എന്താണ് മൈൻഡ് മാപ്പ്, എന്താണ് ഇൻസ്റ്റാലേൺ? ഇത് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. എന്താണ് ഈ മൈൻഡ് മാപ്പ്? കുറേ ആളുകൾ ഇങ്ങനെ സൈലത്തിലുള്ള ഓരോ ടീച്ചേഴ്സ് വന്നുകൊണ്ട് മൈൻഡ് മാപ്പ് ഉണ്ട്, ഇൻസ്റ്റാലേൺ ഉണ്ട്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടാവും, എന്നാലും ഇപ്പം എന്തായി മൈൻഡ് മാപ്പ്, എന്താണ് ഇൻസ്റ്റാലാണ്? ആക്ച്വലി ഇത് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കൺവേ ചെയ്തതാണ്. നമ്മൾ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ, 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1, നോട്ട് പാർട്ട് 2, പാർട്ട് 1 മാത്രം എത്ര പേജ് ഉണ്ടെന്ന് അറിയാം? 104 പേജ് ഉണ്ട്. പാർട്ട് 2 അത്യാവശ്യം 100 സംതിങ് പേജ് ഉണ്ട്. ഏകദേശം 200 പേജോളം ബയോളജി മാത്രമുണ്ട്. ബാക്കി ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് 9 ആണെന്നുണ്ടെങ്കിൽ അതിൽ പാർട്ട് 1 മാത്രം എത്ര പേജ് ഉണ്ടെന്ന് അറിയോ? 80 പേജ് ഉണ്ട്. ഇനി ബേസിക് സയൻസ്, 8ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് ആണല്ലോ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അത് ടോട്ടൽ എത്ര പേജ് ഉണ്ടെന്ന് അറിയോ? പാർട്ട് 1 160 പേജ് ഉണ്ട്. ഓ മൈ ഗോഡ്, 160 പേജ്. ഇത് പാർട്ട് 1 മാത്രമാണ്. ഇതേപോലെ പാർട്ട് 2 ഉണ്ടാവും, ഇതൊരു വിഷയമാണ്. ഇത് ബയോളജിയുടെ കേസ് മാത്രമാണ്. ഇതേപോലെ എല്ലാ വിഷയവും ഇല്ലേ? സ്വാഭാവികമായിട്ടും ഇത്രയും ഇഷ്ടംപോലെ പേജുകളും ഇത്രയും കാര്യങ്ങളും ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ ഒക്കെ മൊത്തത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിരാന്ത് പഠിക്കുന്ന പരിപാടിയാണ്. പരീക്ഷൻ്റെ തലേന്ന് ഒരു 5-6 ചാപ്റ്റേഴ്സ് മൊത്തം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കിയിട്ട് ഇത് മൊത്തത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ കിളിയല്ല, പരുന്ത് പറയുന്ന പരിപാടിയാണ്. സ്വാഭാവികം. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ബയോളജി, നാളെ ഇപ്പോൾ സോഷ്യൽ സയൻസ് എക്സാം ആണ് വിചാരിക്കുക. സോഷ്യൽ സയൻസ് എക്സാം 10ാം ക്ലാസ്സിൽ 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 20 സംതിങ് ചാപ്റ്റേഴ്സ് എങ്ങനെ ഒരു രാത്രി മൊത്തത്തിൽ ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കുക? നമ്മളെന്താ റോബോട്ടോ? ChatGPT ഒന്നും ഇല്ലല്ലോ മൊത്തത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പഠിച്ചാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു അപ്പോഴുള്ളൊരു പ്രശ്നമാണ്, ഇതൊക്കെ വളരെ ഷോർട്ടായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ, ഇതൊക്കെ ഓരോ ചാപ്റ്ററും ഓരോ പേജ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും ഈ 2 പേജൊക്കെ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു സമാധാനം കിട്ടും, പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അങ്ങനെ പലപ്പോഴും പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതിനുള്ള ഓപ്ഷനാണ് ഇത്, മൈൻഡ് മാപ്പ് ആൻഡ് ഇൻസ്റ്റാലേൺ. അതായത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഒരു ഉദാഹരണം, ഫിസിക്സിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ. ഫിസിക്സിലെ ഒരു ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പാണിത്. ആ ഒരു ചാപ്റ്ററിലെ മുഴുവൻ സാധനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ പേജേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഒറ്റ പേജ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഓടിച്ചു പോകാൻ പറ്റും. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ഒരൊറ്റ പേജിൽ കളർഫുള്ളായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൈൻഡ് മാപ്പ്. ഇത് വളരെ 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 പക്ക ഷോർട്ട് സാധനമാണ് മൈൻഡ് മാപ്പ്. ഇതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനമാണ് ഇത് ഇൻസ്റ്റാലേൺ. ഇതേ ചാപ്റ്ററിൻ്റെ ഓരോ പേജ് അടങ്ങിയിട്ടുള്ള കുഞ്ഞു നോട്ട്സാണ് ഇത് ഇൻസ്റ്റാലേൺ. അപ്പോൾ ഇൻസ്റ്റാലേൺ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൻ്റെ കുഞ്ഞു നോട്ട്സ്, അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റും. ഈ മൈൻഡ് മാപ്പ് നമുക്ക് തീരെ സമയമില്ല. അതായത് രാത്രി നിങ്ങളിപ്പോൾ ഒരു പരീക്ഷേൻ്റെ തലേന്ന് രാത്രി അത്യാവശ്യം സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാലേൺ വെച്ച് പഠിക്കുക. ഓരോ നോട്ട്സ്, ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട്സ് കുറച്ചുണ്ടാവുമല്ലോ, പെട്ടെന്ന് പഠിക്കുക. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് പിന്നെയും ആദ്യമൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇത് മൊത്തം പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. കാരണം രാവിലെ സ്കൂൾ ബസ്സൊക്കെ വരും, പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുക? മൈൻഡ് മാപ്പ് ചൂസ് ചെയ്യുക. കാരണം അത് ഒരു ചാപ്റ്ററിന് ഒരു പേജ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കിയാൽ മതി, പരിപാടി കഴിഞ്ഞു. എന്ത് സിമ്പിൾ. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് ഓരോ ചാപ്റ്ററിനും കേട്ടോ, ഓരോ ചാപ്റ്ററിലും എന്തെല്ലാം സാധനങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് കണ്ണിങ് ആയിട്ട് എത്രത്തോളം ഷോർട്ടാക്കാൻ പറ്റും അത്രത്തോളം ഷോർട്ടാക്കിയിട്ട് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഒരു സുപ്രഭാത സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടതല്ല. ഇത് നമ്മൾ കറക്റ്റ് എങ്ങനെ ഒരു കുട്ടിക്ക് മാക്സിമം ഷോർട്ടാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ലെവലിലേക്ക് നമ്മൾ ഇത് ഷോർട്ടാക്കിയിട്ടാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇംഗ്ലീഷാണല്ലോ നിങ്ങൾക്ക് ഭയങ്കര ഒരു വള്ളി കേസ്. കാരണം ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇംഗ്ലീഷും ഇതേപോലെ നമ്മൾ എന്തുണ്ട് മൈൻഡ് മാപ്പും ഇൻസ്റ്റാലേണൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി, ഇമ്പോർട്ടൻറ്റ് തീംസ്, കീ ഇവൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ്, മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ കറക്റ്റ് കണ്ണിങ് ആയിട്ട് കൊടുത്തിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഒറ്റ പേജ് വെച്ചിട്ട് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ ഇൻസ്റ്റാലേൺ കേട്ടോ. ഇതിൻ്റെ മൈൻഡ് മാപ്പ് കാണിച്ചിട്ടാം. ഇതിൻ്റെ മൈൻഡ് മാപ്പ് നോക്കൂ സുഹൃത്തുക്കളെ, 6 യൂണിറ്റിലുള്ള എല്ലാ സാധനവും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സാധനം എന്നൊന്നും എനിക്ക് പറയില്ല കേട്ടോ. ഇത് നമ്മളെ നാച്ചു സാർ എനിക്ക് അയച്ചതാണ്. ആക്ച്വലി ഇത് കറക്റ്റ് ആ ചാപ്റ്ററിലുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റ് പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മെയിൻ തീം അത് മറ്റേത് അങ്ങനെ മെയിൻ മെസ്സേജ് പിന്നെ ട്യൂട്ടർ ജോബ് ഓപ്പർച്യൂണിറ്റി ഫൈനൽസ് ഓക്കെ എല്ലാം കിട്ടി. ആ ഒരു സമാധാനം കിട്ടും, ഒരു ഫീല് കിട്ടും നമുക്ക്. കാരണം എന്താ, നമ്മളിതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. അത് നമുക്കിത് ഓടിച്ചിട്ട് പോകാൻ പറ്റും. അതാണ് ഈ ഒരു മൈൻഡ് മാപ്പിൻ്റെ പ്രത്യേകത. പിന്നെ അതിൻ്റെ കുഞ്ഞു നോട്ട്സാണ്. അത് നോക്കൂ, ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് സമ്മറി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ മൊത്തം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചാപ്റ്റർ മൊത്തം പഠിക്കണം കേട്ടോ, ആവശ്യമില്ല എന്നല്ല. അത് മൊത്തം പഠിച്ചിട്ട് പരീക്ഷൻ്റെ തലേന്ന് എന്ത് ചെയ്യുക, ഈ ഷോർട്ട് സമ്മറി മാത്രം വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, അതായിരുന്നില്ല ഇതായിരുന്നില്ലേ, ആ ഒരു സാധനം കിട്ടും. ഓക്കെ. ഇത് ഇംഗ്ലീഷിൻ്റെ കേസ്. ഇനിയിപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ സയൻസിൽ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ്
പെർമാ ഫോറസ്റ്റ്. അതെന്താ സംഭവം എനിക്കറിയില്ല. മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകുന്നത് ഇത് വേറെ ചാപ്റ്റർ. ഓക്കെ, എനിവേ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇത് നമ്മളെ കല്ലുടുമ്പിൽ ഫൈസൽ സാർ അയച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പാണിത്. മൈൻഡ് മാപ്പ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ 5-6 പെട്ടികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ 5-6 പെട്ടി മാത്രം നോക്കിയാൽ മതി. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ, അതിൻ്റെ ക്ലൈമറ്റ് ഇവിടെ, അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ ഇത്, അവിടുത്തെ വൈൽഡ് ലൈഫ് ഇത്, അവിടുത്തെ ഹ്യൂമൻ ലൈഫ് ഇത്, അവിടുത്തെ അഗ്രികൾച്ചർ ഇത്, പെട്ടെന്ന് പരിപാടി ചെയ്യും. നേരെ മറിച്ച് നമ്മളിത് ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് ഇത് മറ്റേത് മറിച്ചത് എന്നൊക്കെ ഓരോ പേജ് മറിച്ച് പഠിക്കുമ്പോഴേക്കും അത് നേരം വെളുക്കും, സമയം മൊത്തം പോയി പോകും. പിന്നെ മാത്രമല്ല നമുക്ക് ഉറക്കം വരും ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. പരീക്ഷയുടെ തലേന്ന് ഉറങ്ങിപ്പോയാൽ കുടുങ്ങും, പാറിപ്പൊട്ടു. അപ്പോൾ പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേഗത്തിൽ നോക്കി വെച്ചാൽ മതി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ മൊബൈലിൽ നിന്ന് എന്താ ഈ ഒരു PDF കിട്ടിയതിന് ശേഷം ഇത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ഇത് പ്രിൻ്റ് കയ്യിൽ വെച്ചുകൊണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒന്നുകൂടി അടിപൊളിയാവും. അത് നല്ലൊരു മുന്നേറ്റമാണ്. മറ്റേ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അത് പോട്ടെ. അപ്പോൾ ഇതൊരു ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് ആട്ടോ, വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ വേറൊരു ചാപ്റ്ററിൻ്റെ ഇൻസ്റ്റാലേനാണ്. ഇതിപ്പോൾ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഇൻസ്റ്റാലേനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ സുഹൃത്തുക്കളെ, കറക്റ്റ് ആ ചാപ്റ്ററിലുള്ള ഓരോ സാധനങ്ങളുടെയും കുഞ്ഞു പോയിന്റ്സുകൾ ഇവിടെ പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഈ നോട്ട്സ് നിങ്ങളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കൊക്കെ ഇത് എന്ത് ചെയ്യുക കാണിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും എന്നൊക്കെ എന്ത് ചെയ്യുക, അവരോടൊക്കെ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് എല്ലാവർക്കും ഉപകരിക്കപ്പെടും. ഇത് ഞാൻ സത്യം പറയാലോ, നിങ്ങളൊരു പരീക്ഷയ്ക്ക് ഇത് വെച്ചുകൊണ്ട് പഠിച്ചു നോക്കി, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഇത് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടൊന്ന് പോയി നോക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കിട്ടും. അതാണ് നമ്മൾ മൈൻഡ് മാപ്പിൻ്റെ ഇൻസ്റ്റാളേൻ്റെ പ്രത്യേകത. അതായത് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് സാധനം, ഇൻസ്റ്റാളേൺ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഷോർട്ട് സാധനം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ആപ്പിൻ്റെ പുതിയ ഫീച്ചറാണ്. പുതിയ ഫീച്ചറല്ല, നമ്മൾ ഓൾറെഡി ഉള്ള ഫീച്ചറാണ്. നിങ്ങൾക്കിത് പുതിയ ഫീച്ചർ ആയിരിക്കും. 9ാം ക്ലാസ്സിൽ തവണയുണ്ട്, 10ാം ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കാരണം ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മൈൻഡ് മാപ്പും ഇൻസ്റ്റാളേണൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് വളരെ വേഗത്തിൽ അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് കണ്ണിങ് ആയിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പം തന്നെ പഠിക്കണം. പയ്യെ തിന്നാൽ പനിയും തിന്നാണെന്നാണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചിട്ട് ഉഷാറായിട്ട് പോകുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യുക, മെസ്സേജ് ഒക്കെ വെച്ച് ചോദിക്കുക. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്, സീ യു സൂൺ. വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം അറക്കൻ.